സൗന്ദര്യം ആഗ്രഹിക്കാത്ത സ്ത്രീകൾ വളരെ കുറവാണ്. അതിനായി പരിശ്രമിക്കുന്നവരാണ് ഈ തലമുറയിൽ ഏറെ. അവർക്കായി ശ്രീമതി റീമ പത്മകുമാർ ഒരുക്കുന്നു ഒരു പുതിയ ഫേഷ്യൽ. കാണാം ഷീ സ്റ്റൈലിന്റെ അടുത്ത സെഗ്മെന്റ്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഗാൽവാനിക്കിൻ്റെ തന്നെ ഒരു പ്രത്യേകതരം ഫേഷ്യലിനെ കുറിച്ചാണ്. ഇത് എല്ലാ സ്കിൻകാർക്കും ഒരുപോലെ സ്യൂട്ടാവുന്ന ഒരു ഫേഷ്യലാണ്. മാത്രമല്ല ഏത് ഏജുകാർക്കും ഒരുപോലെ സ്യൂട്ടാവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഈ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ക്രീം കൂടി ചേർത്ത് മസാജ് ചെയ്താൽ വളരെ നല്ലതാണ്. അതേസമയം ഓയിലി സ്കിൻ ആണെങ്കിൽ അതിൻ്റെ ജെൽ മാത്രം യൂസ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പലതരം ജെൽ വരുന്നുണ്ട്. പിമ്പിൾസ് കൂടുതലുള്ളവർക്കാണെങ്കിൽ പിമ്പിൾസിൻ്റെ തന്നെ ആക്നെ ജെൽ എന്ന് പറഞ്ഞ ജെൽ ചേർത്തിട്ടാണ് ഗാൽവാനിക്കിൻ്റെ കൂടെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം റിങ്കിൾസ് കൂടുതലുള്ളതാണെങ്കിൽ റിങ്കിൾസിൻ്റെ തന്നെ ഒരു ആൻറ്റി റിങ്കിൾ ജെൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് സ്കിന്നിനെ സ്റ്റഡി ചെയ്ത് ഏതാണെന്ന് നോക്കിയതിന് ശേഷം അതനുസരിച്ചുള്ള ജെൽ ചേർത്ത് ചെയ്യാവുന്ന ഒരു പ്രത്യേകതരം ഗാൽവാനിക്കാണ്. ഇതിന് വളരെയധികം റിസൾട്ടും ഉണ്ട്. നല്ല തരം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫേഷ്യലുമാണ്. ആദ്യമായി ക്ലെൻസിങ് ആണ്. എല്ലാ ഫേഷ്യലും പോലെ തന്നെ ഇതിനൊരു ഡീപ്പ് ക്ലെൻസിങ് ആവശ്യമാണ്. അതിനുള്ള ഒരു ക്ലെൻസിങ് ക്രീമാണിത്. നന്നായി ക്ലീൻ ചെയ്യുക. മസാജ് ചെയ്ത ശേഷം തുടച്ചു മാറ്റുക. ശേഷം ഒരു വെറ്റ് കോട്ടൺ കൊണ്ട് തുടച്ചു മാറ്റും. അടുത്തതായി ഒരു ജെല്ലാണ്. ഇതും ഒരു ക്ലീനിങ്ങിന്റെ ഒരു പാർട്ടാണ് ഈ ജെൽ വെച്ചത്. ജെൽ പുരട്ടിയ ശേഷം ഗാൽവാനിക് മെഷീൻ്റെ ഈ 2 റോഡും എടുക്കുക. ശേഷം മെഷീൻ ഓൺ ചെയ്ത് നെഗറ്റീവ് സോണിലിടുക. ഒരു നനഞ്ഞ കോട്ടൺ കൊണ്ട് ചുറ്റിയ റോഡ് ക്ലയൻറ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. നെഗറ്റീവ് കറണ്ടിലേക്ക് കൊടുക്കുക. നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ സ്കിന്നിൻ്റെ അകത്തുള്ള ടോക്സിൻസ് എല്ലാം പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നെഗറ്റീവ് കറണ്ട് കൊടുക്കുന്നത്. കൊടുത്ത ശേഷം ഈ റോഡ് കൊണ്ട് ഈ സ്കിന്നിൽ ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തേക്ക് വരും ഈ ജെല്ലിട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ. ഇതൊരു 3 മിനിറ്റ് വരെ മാത്രമേ ചെയ്യാവൂ. നെഗറ്റീവ് കറണ്ട് കൂടുതൽ സമയം ചെയ്യാൻ പാടില്ല. അത് ദോഷമായിട്ട് വരും. അതുകൊണ്ട് 3 മിനിറ്റ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഉള്ളിലുള്ള വേസ്റ്റ് മുഴുവൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഒരു കോട്ടൺ മുഴുവൻ തുടച്ചു മാറ്റേണ്ടതാണ്. മാറ്റിയ ശേഷം പേൾ ക്രീം അപ്ലൈ ചെയ്യുക. പേൾ ക്രീം ഈ സ്കിൻ ഇപ്പോൾ നോർമൽ സ്കിന്നായിട്ട് കാണുന്നത് കൊണ്ട് പേൾ ക്രീം മതിയാവും. അതേസമയം സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ ക്രീമിൻ്റെ ആവശ്യം ഉണ്ടാവും. റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്രീം വേണം. ഇതിൻ്റെ കൂടെ ഫെയർ ജെല്ലുണ്ട്, റിന്യൂവൽ ജെൽ എന്ന് പറഞ്ഞൊരു ജെല്ലുണ്ട്, പിന്നീട് ആക്നെ ജെല്ലുണ്ട്. പിമ്പിൾസ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ ഈ ആക്നെ ജെൽ കൂടെ ചേർത്ത് ഗാൽവാനിക് ചെയ്യേണ്ടതാണ്. അതല്ല ഒത്തിരി റിങ്കിൾസ് കാണുകയാണെങ്കിൽ ഈ റിന്യൂവൽ ജെല്ല് കൂടി ചേർക്കേണ്ടതാണ്. അതല്ല ഫെയർനെസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫെയർനെസ് ജെല്ല് കൂടി ചേർക്കുകയാണ്. ഇപ്പം ഈ കുട്ടിക്ക് വേറെ റിങ്കിൾസും ഇല്ല, ആക്നെ പിമ്പിൾസും അധികമായിട്ടില്ലാത്തതുകൊണ്ട് ഫെയർ ജെല്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഇതിൻ്റെ കൂടെ ഫെയർ ജെൽ കൂടി ചേർക്കാം. അതിനുശേഷം ഗാൽവാനിക്കിൻ്റെ പ്ലസ് കറണ്ട്, ഇത് നേരത്തെ മൈനസ് ആയിരുന്നു, ഇനി പ്ലസ് ആണ്. കയ്യിലേക്ക് കൊടുക്കുക റോഡ്. ഇത് കംപ്ലീറ്റ് സ്കിന്നിൽ ഈ പ്ലസ് കൊടുക്കുന്നത് വെച്ചാൽ സ്കിൻ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്ലസ് കറണ്ട് കൊടുക്കുന്നത്. ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുന്നത് വരെ ചെയ്യാം. അത് പേൾ ക്രീമും ഫെയർ ജെല്ലും കൂടെ മിക്സ് ചെയ്ത ഒരു ക്രീമാണ് ഇപ്പം ഫേസിൽ കിടക്കുന്നത്. ഇത് രണ്ടും സ്കിന്നിൽ കംപ്ലീറ്റ് പെനട്രേറ്റ് ചെയ്തിറങ്ങാനാണ് ഈ ഗാൽവാനിക് ഇത് കൊടുത്തേക്കുന്നത്. ഇത് അൾട്രാസോണിക് മെഷീനിലും ഇത് ചെയ്യാവുന്നതാണ്. കാരണം അൾട്രാസോണിക് മെഷീനാകുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്നതാണ്. ഗാൽവാനിക്കും അതുപോലെ തന്നെയാണ്, പക്ഷേ അൾട്രാസോണിക്കിൻ്റെ അത്രയും ഇഫക്റ്റ് കിട്ടത്തില്ല. പത്ത് മുതൽ 15 മിനിറ്റ് വരെ വേണമെങ്കിലും ചെയ്യാം. 15 മിനിറ്റിന് ശേഷം വീണ്ടും ചെയ്യാൻ പാടില്ല. മാക്സിമം 15 മിനിറ്റ്സ് ആണ്. രണ്ട് റോഡ് ഇല്ലെങ്കിൽ ഒരു റോഡ് കൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം. കണ്ണിനവിടെ വളരെ സോഫ്റ്റായിട്ട് മാത്രം ചെയ്യുക. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ണിന് ചുറ്റും കറുപ്പുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റും ഇത് മസാജ് കൂടുതലായി ചെയ്യുക. ഇനി അടുത്തതായി ഇതോടൊപ്പം തന്നെ ഓറഞ്ച് വെച്ചൊരു മസാജ് കൂടെ ഉണ്ട്. ഇതിനൊരു റോഡ് മതിയാകും. ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ ആയതുകൊണ്ട് ഇത് ക്രീംസും എല്ലാം നാച്ചുറൽ തന്നെയാണ്. പക്ഷെ എന്നാലും ഓറഞ്ച് ഫ്രഷ് ഫ്രൂട്ടായിട്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നല്ല ഇതായിരിക്കും. നല്ല ഗ്ലോ കിട്ടുന്നതിന് ഓറഞ്ച് നല്ലതാണ്. നല്ല കളറ് കിട്ടുന്നതിന് ഓറഞ്ച് നല്ലതാണ്. പിന്നെ കറുത്ത കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും സൺ ടാൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഓറഞ്ച്. ഈ മെഷീനിൽ കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഈ ജ്യൂസ് കംപ്ലീറ്റ് സ്കിൻ അബ്സോർവ് ചെയ്യും. ഏത് കാലാവസ്ഥയിലും സ്യൂട്ടാവുന്ന ഒരു ഫേഷ്യലാണ്. അതേപോലെ തന്നെ ഏത് സ്കിന്നിനും സ്യൂട്ടാവുന്നതുമാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ വൈറ്റമിൻ ഇ ക്രീം ചേർക്കാം. അതല്ലെങ്കിൽ സാഫ്രോൺ കെയർ, കോക്കനട്ട് കെയർ ഇങ്ങനെയുള്ള ക്രീംസും യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി യൂസിനും ഡ്രൈ സ്കിൻകാർക്ക് ഡെയിലി യൂസിനും ഈ സാഫ്രോൺ കെയർ നല്ലതാണ്. നിറം കുറഞ്ഞവർക്ക് ഗാൽവാനിക് ഫേഷ്യൽ വളരെ നല്ലതാണ്. നിറം
വിവാഹത്തിന് നിറം കുറഞ്ഞ കുട്ടിയാണെങ്കിൽ ഈ ഗാൽവാനിക് ഫേഷ്യൽ ഒരു 4-5 എണ്ണം അടുപ്പിച്ച് ചെയ്താൽ കുറച്ച് നല്ല നിറം കിട്ടും. ബ്ലീച്ച് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ബ്ലീച്ച് അലർജി ആയിട്ടുള്ള കുട്ടികൾക്കും ഈ ഫേഷ്യൽ വളരെ സൂട്ടബിളാണ്. ബ്ലീച്ച് ചെയ്യുമ്പോൾ ഹെയർ കൂടി ബ്ലീച്ച് ആകാറുണ്ട്. അത് ഫേസിലുള്ള ഹെയർ വന്നിട്ടൊരു ബ്രൗൺ കളറാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഗാൽവാനിക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഹെയർ ബ്ലീച്ച് ആവത്തുമില്ല, പക്ഷേ നല്ല കളർ കിട്ടുകയും ചെയ്യും. ഒരു നാച്ചുറൽ ലുക്കും ആയിരിക്കും. വെറുതെ ഒരു ഓറഞ്ച് എടുത്ത് ഇങ്ങനെ മസാജ് ചെയ്താൽ ഇത്ര റിസൾട്ട് വരത്തില്ല. ഈ മെഷീനിൽ കൂടെ കൊടുക്കുന്നതുകൊണ്ടാണ് സ്കിൻ നന്നായിട്ട് അത് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഓറഞ്ചിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തതായി ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് ഹെഡ് റിമൂവറുണ്ട്. അതൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ വളരെ പതുക്കെ വേണം എടുക്കാൻ. അതിനുശേഷം കോട്ടൺ കൊണ്ട് തുടയ്ക്കുക. തുടച്ച് മാറ്റിയ ശേഷം പാക്ക് അപ്ലൈ ചെയ്യാം. അടുത്തതായി പാക്കാണ്. ഈ പാക്കിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് നീം പൗഡർ, തുളസി പൗഡർ, റെഡ് സാൻഡൽ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഹെർബൽ പ്രോഡക്ട്സ് ചേരുന്ന ഒരു പാക്കാണിത്. ഈ പാക്ക് ഡെയിലി വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്താൽ പോലും നല്ലൊരു ഫേസിന് നല്ലൊരു ഗ്ലോയിങ് ഇഫക്റ്റ് കിട്ടാനും നല്ലതാണ്. കഴുത്തിന് ചുറ്റും കറുപ്പുണ്ടെങ്കിൽ കഴുത്തിന് ചുറ്റും ഈ പാക്ക് ഇടാവുന്നതാണ്. ഡെയിലി ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്താലും നല്ലൊരു ഇഫക്റ്റ് കിട്ടും. വെറ്റ് കോട്ടൺ കൊണ്ട് വെറ്റാക്കുക. നന്നായി മസാജ് ചെയ്ത് തുടച്ചു മാറ്റുക. സ്പോഞ്ച് കൊണ്ട് തുടച്ചു. കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക കോട്ടൺ കൊണ്ട്. ഗാൽവാനിക്കിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഗാൽവാനിക് ഫേഷ്യലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. വളരെ നല്ലൊരു റിസൾട്ടാണ് ഇതിൽ കിട്ടുന്നത്. മാസത്തിലൊരിക്കലോ 3 ആഴ്ചയിലൊരിക്കലോ ഇത് ചെയ്യാവുന്നതാണ്. എല്ലാ സ്കിൻകാർക്കും ഒരേപോലെ സൂട്ടാവുന്ന ഒരു ഫേഷ്യലാണ് ഗാൽവാനിക്കിൻ്റെ ഈ പ്രത്യേകതരം ജെൽ കൊണ്ടുള്ള ഒരു ഫേഷ്യലാണിത്. ഇതിൽ പിമ്പിൾസ് ഉള്ളവർക്കും പിമ്പിൾസ് ഇല്ലാത്തവർക്കും ഡ്രൈ സ്കിൻകാർക്കും ഓയിലി സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിന്നായാലും ഏത് കളറുള്ള സ്കിന്നായാലും എല്ലാവർക്കും ഒരേപോലെ സൂട്ടാവുന്ന ഒരു ഫേഷ്യലാണ്. സാധാരണ നമ്മൾ മിക്കവാറും കാണുന്ന ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ സ്കിന്നിന് മാത്രം ഉള്ളതാണ്, ഓയിലി സ്കിന്നിന് മാത്രം ഉള്ളതാണ്, അങ്ങനെ പ്രത്യേകതയുണ്ട്. പക്ഷേ ഈ ഫേഷ്യലിനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. എല്ലാ സ്കിൻകാർക്കും എല്ലാ നിറം ഉള്ളവർക്കും എല്ലാം ഒരേപോലെ റിസൾട്ട് കിട്ടാവുന്ന ഒരു നല്ലൊരു ഫേഷ്യലാണ്.